UDF ക്യാമ്പിലേക്ക് കൂടി ഞാൻ പോവുകയാണ്. ഈ ആസിഫ് ഉണ്ട്, നമുക്ക് ആസിഫ് 6 പഞ്ചായത്തിൽ വ്യക്തമായ ലീഡ്, നഗരസഭയിൽ ഒപ്പത്തിനൊപ്പം, ഇങ്ങനെയായിരുന്നു UDFന്റെ ഒരു വിലയിരുത്തൽ. എന്നാൽ ചിത്രം തെളിയുമ്പോൾ മൂത്തേടത്തും അതേപോലെ വഴിക്കടവും മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാനായില്ല. എങ്കിലും നഗരസഭയിൽ അടക്കം കടന്നുകയറി എടക്കരയും ചുങ്കത്തറയിലും ഒക്കെ വലിയ ലീഡ് ഉയർത്താനുമായിട്ടുണ്ട് UDFന്. എങ്ങനെയാണ് ഷൗക്കത്തിന് ഇത്രയും വലിയൊരു ലീഡ് ലഭിച്ചത്? എന്താണ് ഒരു വിലയിരുത്തൽ? തീർച്ചയായും UDF ക്യാമ്പ് പ്രതീക്ഷിച്ച ചിലയിടങ്ങളിൽ പുറകോട്ട് പോയെങ്കിൽ പക്ഷേ പ്രതീക്ഷിക്കാത്ത ചിലയിടങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ UDFന് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ നോക്കുമ്പോൾ വഴിക്കടവ് മുതൽ തന്നെ UDFന്റെ ഒരു തേരോട്ടം എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായും വഴിക്കടവ് എണ്ണിയപ്പോഴും LDFന് അത്ര പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ച് വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ. വഴിക്കടവിൽ അൻവർ കുറച്ച് UDFന്റെ വോട്ട് പിടിച്ചു. അപ്പോൾ ആ ഒരു നില തുടരുമോ എന്നുള്ള ആശങ്ക ആദ്യഘട്ടത്തിൽ UDFനുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് മറ്റ് പഞ്ചായത്തുകളിലേക്ക് വന്നപ്പം UDF പ്രതീക്ഷിച്ച വോട്ടുകൾ ലഭിച്ചു, ചിലയിടത്ത് പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് വോട്ടുകൾ ലഭിച്ചു. LDF ലീഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പോത്തുകളിലടക്കം ചെറുതാണെങ്കിലും ലീഡ് നേടാൻ കൂടി കഴിഞ്ഞതോടുകൂടി വിജയം അവർ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അതായത് 8ാമത്തെ റൗണ്ടായപ്പോഴേക്കും UDF വിജയം ഉറപ്പിച്ചു. ഇനി ഭൂരിപക്ഷം എവിടെ ചെന്ന് നിൽക്കുമെന്നതിൽ മാത്രമായിരുന്നു നേതാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം. കാരണം ആ സമയത്ത് പ്രതികരണങ്ങൾ 8ാമത്തെ റൗണ്ടായപ്പോൾ തന്നെ നേതാക്കളുടെ പ്രതികരണം വന്നു തുടങ്ങി. ഇനി ഭൂരിപക്ഷം 10 കടക്കുമോ 15 കടക്കുമോ എന്നുള്ളത് ആ രീതിയിലായിരുന്നു ആ ഒരു ഘട്ടത്തിലുള്ള ചർച്ചകളും പോയത്. നമ്മൾ നോക്കണം, മൂത്തേടത്ത് 2067 വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കുന്നു. എടക്കര വരുമ്പോൾ അത് 1170 ഭൂരിപക്ഷം ലഭിക്കുന്നു. പോത്തുകൽ വരുമ്പോൾ 307 ആയിട്ട് ഭൂരിപക്ഷം കുറയുന്നുണ്ട്. പക്ഷേ LDF അവിടെ ലീഡ് എടുക്കുമെന്ന് പ്രതീക്ഷിച്ച പഞ്ചായത്താണ്. LDFും വലിയ പ്രതീക്ഷ നിലർത്തിയ പഞ്ചായത്താണ്. അത് ആ പഞ്ചായത്തിന് മറ്റൊരു ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നത് VS ജോയിയുടെ പഞ്ചായത്താണ്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പഞ്ചായത്താണ്. പക്ഷേ VS ജോയിയുടെ പഞ്ചായത്തിൽ VS ജോയിയുടെ ഒപ്പം നിന്നു. സ്വരാജിന്റെ വാർഡിലടക്കം പിന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി, ബൂത്തിലടക്കം പിന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. ആ രീതിയിൽ പോത്തുകല്ലും UDFന്റെ ഒപ്പം നേരിയ ലീഡ് ഉയർത്തി നിലനിൽക്കുന്ന സാഹചര്യം വന്നപ്പോൾ തന്നെ UDF ക്യാമ്പ് ആഹ്ലാദ പ്രകടനം തുടങ്ങി, നേതാക്കൾ പ്രതികരിച്ചു തുടങ്ങി. പിന്നീട് മുന്നോട്ട് പോക്ക് എന്നതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന് പറയുന്നു. പിന്നീട് ചുങ്കത്തറയും 1287 വോട്ട്. പക്ഷേ നിലമ്പൂരാണ് UDFനെ ശരിക്കും ഞെട്ടിച്ചത് എന്ന് പറയാം. നിലമ്പൂർ നഗരസഭയിൽ UDF അവസാന ഘട്ടത്തിൽ ലീഡൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ നിലമ്പൂരിൽ വമ്പൻ ലീഡ് UDFന് നിലമ്പൂർ നഗരസഭ നേടിക്കൊടുത്തു. അത് ആര്യാടൻ ഷൗക്കത്ത് എന്ന അവരുടെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനുമായിരുന്ന ആൾക്ക് നൽകാൻ കഴിയുന്നതിൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷം തന്നെയാണ് നിലമ്പൂർ നഗരസഭ നേടിക്കൊടുക്കുന്നതിലേക്ക് എത്തിയത്. ഏറ്റവും ഒടുവിൽ കരുളായിയാണ് LDFനെ നേരിയ തോതിലെങ്കിലും ആശ്വാസം നൽകിയത്, 118 വോട്ടുകളുടെ പിന്തുണ. പക്ഷേ അപ്പോഴേക്കും അമരമ്പലം LDF അവരുടെ തുറുപ്പ് ചീട്ടാകുമെന്ന് കരുതിയ അമരമ്പലം അത് തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. അവിടെയും UDF ലീഡ് ഉയർത്തി, 704 വോട്ടുകളുടെ ലീഡ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് UDFന്റെ കെട്ടുറപ്പ് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയത്തിന് ഘടകമെന്ന് നമ്മൾ പറയേണ്ടി വരും. അതിൽ തന്നെ ഏറ്റവും ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, പല വിവാദ വിഷയങ്ങളും LDF ചർച്ചയാക്കി കൊണ്ടുവരാൻ ശ്രമിച്ചു. ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിക്കുന്ന വിഷയങ്ങൾ LDF എടുത്തിട്ടു. പക്ഷെ പലതിനോടും UDF ആ രീതിയിൽ പ്രതികരിച്ച് മുന്നോട്ട് പോയി. അവർ അപ്പോഴും കേന്ദ്രീകരിച്ചത് താഴെ തട്ടിലുള്ള പ്രവർത്തനം, അതിൽ ഏതെങ്കിലും തരത്തിൽ തങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങൾ, കുടുംബയോഗങ്ങളിൽ കൃത്യമായ വിശദീകരണം നൽകി മുന്നോട്ട് പോയി. ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകത മുന്നോട്ട് വെച്ചു. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം UDF അടിത്തട്ടിൽ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് നേതാക്കൾ കൂട്ടമായി എത്തി ഓരോ ഏരിയകൾ തിരിച്ചുകൊണ്ടുള്ള പ്രചാരണം നടത്തി. അങ്ങനെ പ്രിയങ്കാ ഗാന്ധി വന്നു വലിയ ആവേശം വാരി വിതറി. അതെല്ലാം UDFന് അനുകൂല തരംഗമാകുകയും വോട്ടായി മാറുകയും ചെയ്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ അവസാനിച്ച് വോട്ടെടുപ്പും കഴിഞ്ഞതിന് ശേഷം അന്ന് ആര്യാടൻ ഷൗക്കത്ത് മാധ്യമങ്ങളെ കാണുമ്പോൾ ഉപയോഗിച്ച വാക്ക് അത് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുഞ്ഞാക്ക എന്നാണല്ലോ വിളിച്ചിരുന്നത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, കുഞ്ഞാക്കയുടെ അഭാവത്തിൽ കുഞ്ഞാപ്പ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏറ്റെടുത്തു എന്നാണ്. അതായത് ആര്യാടൻ മുഹമ്മദിൻ്റെ അഭാവത്തിൽ PK കുഞ്ഞാലിക്കുട്ടി ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏറ്റെടുത്തു എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് വോട്ടെടുപ്പിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത്. അപ്പോൾ അത്രയ്ക്ക് ഉറപ്പായിരുന്നു മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവർത്തനം. അത് അടിമുടി മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ മുൻകാലങ്ങളിൽ ആര്യാടൻ ഷൗക്കത്ത് അടക്കമുള്ളവരുമായി മുസ്ലിം ലീഗിനുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം അത് പ്രതിഫലിക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ലീഗിന്റെ വിഷയം കുറച്ചുകൂടി വിശദമായി സംസാരിക്കേണ്ടതുണ്ട്.